എടാ ഇന്നേ ഞാനൊരു സാഹചര്യം പറയാട്ടോ. ഉം, ഒരു സ്റ്റോറി. ഉം, ഒരു കുട്ടി. ആ കുട്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ 10th പഠിക്കുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ ആ കുട്ടിയുടെ കൂടെ പഠിച്ചു വരുന്ന ഒരു 10 കുട്ടികളായിട്ട് 40 പിള്ളേരുള്ളൊരു ക്ലാസ്സാ. പക്ഷേ ഈ 10 പിള്ളേര് ഭയങ്കര ക്ലോസാ. ഉം. ഓണപ്പരീക്ഷ കഴിഞ്ഞു. അപ്പം ലാസ്റ്റ് ഡേ ഈ 10 പിള്ളേരും കൂടി ഇരുന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കാം. നമുക്ക് മറ്റന്നാള് ഒരു മൂവിക്കും ഉച്ചയ്ക്ക് ഫുഡും കൂടെ എല്ലാവർക്കും കൂടെ വെളിയിൽ പോയി കഴിച്ചാലോ എന്ന്. ഇതെല്ലാരും ഈ 9 കുട്ടികളും കൂടി ഇങ്ങനെ പ്ലാൻ ഇടുമ്പോ ഈ കുട്ടിക്ക് ഭയങ്കര ഹാപ്പിയാ. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നല്ല ടെൻഷൻ. ഞാനിതെങ്ങനെ വീട്ടില് പോയി അച്ഛനോടും അമ്മയോടും ചോദിക്കും. ഈ കുട്ടിക്ക് അങ്ങോട്ട് ടെൻഷൻ കൂടാൻ തുടങ്ങി. പാവം അത് വീട്ടിൽ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോ തൊട്ട് ആലോചിക്കുക ഞാൻ എങ്ങനെയൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം, എങ്ങനെ ഞാൻ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ച് വൈകുന്നേരമായപ്പം അച്ഛൻ വന്നു. ഈ കുട്ടി പോയി അച്ഛനോട് ഭയങ്കര സന്തോഷത്തിൽ പോയി പറഞ്ഞു, അച്ഛാ ഇന്ന് പരീക്ഷ കഴിഞ്ഞില്ലേ, എല്ലാവരും കൂടെ ഞങ്ങളൊരു പ്ലാൻ ഇട്ടു മറ്റന്നാൾ ഇതുപോലെ സിനിമയ്ക്ക് പോകാനും അത് കഴിയുമ്പോൾ ഫുഡും കഴിച്ച് ഞങ്ങൾ എളുപ്പം തന്നെ തിരിച്ച് വീട്ടിലും വരാം. ഞാൻ പോയിക്കോട്ടെ അച്ഛ. അപ്പൊ അച്ഛൻ അങ്ങോട്ട് പെട്ടെന്ന് കൊച്ചിനെ ഇങ്ങനെ ഒരു ദേഷ്യത്തിലൊരു നോട്ടം നോക്കി. വേണ്ട, ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ വേറെ എവിടെ ഇല്ല, ഞങ്ങൾ 10 പേരുണ്ട് അച്ഛാ, ബാക്കി എല്ലാവരും പോകുന്നുണ്ട്, എന്നെ ഒന്ന് സമ്മതിക്കോ, ഞാൻ ഇനിയും ചോദിക്കുകയില്ല അച്ഛാ പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അച്ഛന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞില്ലേ, വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട, നീ ഉള്ളിലെങ്ങാനും പോയിരുന്ന് വല്ല പണിയും ചെയ്യാൻ നോക്കിയേ. അഥവാ നിനക്ക് ടി വിയാ സിനിമയാ കാണണമെങ്കിൽ ഇവിടെ ടി വി ഉണ്ടല്ലോ, ഇവിടെ ഇരുന്ന് കണ്ടാൽ മതി, വെളിയിലൊന്നും നടക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. ഈ കൊച്ചു ഭയങ്കര സങ്കടത്തിലായി. ഭയങ്കര സങ്കടത്തിലായി. പിറ്റേ ദിവസം ഈ കുട്ടി അങ്ങനെ റൂമിന്നേ ഇറങ്ങിയിട്ടില്ല. അച്ഛനോടും അമ്മയോടും കൂടുതലും മിണ്ടിയിട്ടില്ല. അതിന്റെ അടുത്ത ദിവസം ഈ ഫ്രണ്ട്സ് എല്ലാരും കൂടെ പോയി. അവര് അവരുടെ സ്റ്റേറ്റസും അതുപോലെ ഇൻസ്റ്റയില് ഇതെല്ലാം ഉണ്ടാക്കി റീലെല്ലാം ഉണ്ടാക്കി അവര് അപ്ഡേറ്റ് ചെയ്തു. ഈ കുട്ടിക്ക് ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കിനും വളരെ സങ്കടായി. ഈ കുട്ടി അച്ഛനോടും അമ്മയോടും കംപ്ലീറ്റ്ലി മിണ്ടാണ്ട് റൂമിന്റെ അകത്തായി. അപ്പൊ ഈ അച്ഛനും അമ്മയും ചിന്തിക്കുക, ഇത് എന്തോ ഒരു സിനിമയ്ക്ക് വിട്ടില്ല എന്ന് പറഞ്ഞ് ഇത്രമാത്രം പ്രശ്നോ എന്നാണ് പേരൻസ് ചിന്തിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിനാരിയോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഇല്ലേ? ഞാൻ വേറൊന്ന് പറയട്ടെ. 2 ന്യൂലി മാരിഡ് കപ്പിൾ കേട്ടോ. അവരുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ലൊരു വാവ ഉണ്ടാവുക. വാവേനെ ഹാപ്പി ആക്കി വെക്കണം. ഇതാണ് ഇവരുടെ ഗോള്. അങ്ങനെ ഈ പ്രഗ്നന്റ് ആയി ഇവര് രണ്ടാളും എന്താണ് പാരന്റ്സ് ആയി. ഭയങ്കര സ്നേഹത്തില് കുട്ടീനെ വന്നു. ഭയങ്കരായിട്ട് നോക്കി തുടങ്ങി. എവിടെയും തെറ്റ് പറ്റരുത് അവർക്ക്. അപ്പൊ അവര് പറഞ്ഞത് നമ്മളെന്താണ് നല്ല ഫ്രണ്ട്ലി പാരന്റ്സ് ആവണം. കുട്ടിയായിട്ട് നല്ല കണക്റ്റ് വേണം. അങ്ങനെ കുട്ടീന്റെ കൂടെ അവര് ഹാപ്പി ആയിട്ട് ചെറുപ്പത്തിലെ കുട്ടി എന്ത് പറഞ്ഞാലും അവര് ചെയ്തു കൊടുക്കും. അങ്ങനെ കുട്ടീനെ സാഡ് ആക്കാതെ നോക്കലാണ് ഈ അച്ഛന്റെയും അമ്മേന്റെയും ഏക എയിം. അവരതിൽ വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുട്ടി വലുതായി വരുന്നു, ഓരോ ക്ലാസ്സിലെത്തുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി ഒരു 8th സ്റ്റാൻഡേർഡിലെത്തി. ആ ദിവസം അച്ഛൻ ഇങ്ങനെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരികയാണ്. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോണ്ട് ഒരു കൂൾ ബാറിന്റെ ഫ്രണ്ടില് ഈ കുട്ടി നിൽക്കണു. അപ്പൊ അച്ഛൻ വണ്ടി നിർത്തിയപ്പോ കുട്ടി കണ്ടു അച്ഛനെ. ഓടി വന്നു സന്തോഷത്തില്. അപ്പൊ എന്താ ഇവിടെ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഐസ്ക്രീം കഴിക്കാൻ വന്നതാണെന്നു." അപ്പൊ അതെയോ? അപ്പൊ ക്ലാസ് ഇല്ലേ ചോദിച്ചു. അപ്പൊ ഇന്ന് ഉച്ചവരെയല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊരു സിനിമയ്ക്കും പോയി. ഫ്രണ്ട്സ് എല്ലാരും കൂടി ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചു. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഞാൻ ഇപ്പോഴാണല്ലോ അമ്മേനെ വിളിച്ച് സംസാരിച്ച, അമ്മ പറഞ്ഞില്ലല്ലോ സിനിമയ്ക്ക് പോണ കാര്യങ്ങൾ. അതിന് ഞാൻ അമ്മേനോടും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിക്കും, അപ്പൊ പൈസ എവിടുന്ന് കിട്ടി ചോദിക്കും. അത് ഞാൻ രാവിലെ അച്ഛന്റെ ഡ്രോന്ന് എടുത്തു. അപ്പൊ അച്ഛൻ ഞെട്ടി. നമുക്കൊരു കാര്യം ചെയ്യും, വാ വണ്ടി കയറി നമുക്ക് വീട്ടിലേക്ക് പോവാ പറഞ്ഞു. അച്ഛന് വഴിന്ന് ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. അതായത് ഇപ്പൊ ഈ കുട്ടി ഇവര് നല്ല ക്ലോസ് ഫാമിലിയാണ്. എല്ലാം ഷെയർ ചെയ്യണൂന്നാണ് ഈ പാരന്റ്സ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെ. ഈ കുട്ടി ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ പോണ വഴിക്ക് ഇങ്ങനെ അച്ഛൻ പറയും, അടുത്ത പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പം ഞങ്ങളോടൊന്ന് പറയണം കേട്ടോന്ന്. ഇപ്പൊ കുട്ടി എന്തിനാ പറയേണ്ട ആവശ്യം ചോദിക്കും. നിങ്ങൾ സമ്മതിക്കില്ലേ? കുട്ടിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അത് കഴിയുമ്പോ അച്ഛൻ പറയും, ശരി അതൊക്കെ ശരി. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോഴും പൈസ എടുക്കുമ്പോഴും ഒക്കെ ഞങ്ങളോട് ചോദിക്കും പറയും വേണമെന്ന്. അത് പറഞ്ഞില്ലേ, അത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? ഇപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം തുടങ്ങി. നാഗവല്ലിന്റെ മറ്റേ നാഗവല്ലൻ ഫോം ഓഫ് കുട്ടി പുറത്തേക്ക് വന്നു. ഇത് കേട്ട അച്ഛനും ഇത് പറഞ്ഞപ്പോ അമ്മയും ഇവര് രണ്ടാളും ഞെട്ടി. എവിടെയപ്പോ തെറ്റ് പറ്റിയ? അവര് ഭയങ്കര നല്ല പാരന്റിങ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു.
കുട്ടിക്ക് ഒന്നും റിയലൈസ് ചെയ്തില്ല. അച്ഛനും അമ്മയും ഞെട്ടി. ഇപ്പോഴോ? ഉം. ശരിക്കും ഇത് 2 വശങ്ങളാണ്. 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേരന്റിങ്. ഈ സ്ട്രിക്റ്റ് പേരന്റിങ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റോറി ഉം. ഇത് വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ സ്ട്രിക്റ്റ് പേരന്റിങ്ങിന് റൂൾസ് ആർ സെറ്റ്. ഈ റൂൾസിന്റെ അപ്പുറം ഫ്ലെക്സിബിലിറ്റിയേ ഇല്ല. കുട്ടിക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. അപ്പം ഇവരെന്താ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികളുടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒബീഡിയന്റ് ആയിരിക്കണം, നല്ല റിസൾട്ട്സ് കൊണ്ടുവരണം. ഇവിടുത്തെ ടൈപ്പ് ഓഫ് പേരന്റിങ്ങിലില്ലേ, ഈ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന് ഒട്ടുമേ അക്സെപ്റ്റബിൾ അല്ല. അപ്പം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേരന്റിങ്ങിന് ദോ കുട്ടികൾ കുഞ്ഞിലേ തൊട്ടേ ഹാബിറ്റ്സ് ഒക്കെ നന്നായി പഠിക്കും, ഭയങ്കര ഒബീഡിയന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാലും ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇതിന്റെ. ഈ കുട്ടികൾക്കൊന്നും ഒരു പ്രോപ്പർലി ഡിസിഷൻ മേക്കിംഗ് അവരെ കൊണ്ട് പോസിബിളേ ആയിരിക്കില്ല. ആൻഡ് ഈ ഡിസിഷൻ മേക്കിങ്ങും മിക്കതും കറക്റ്റും ആയിരിക്കില്ല അവരെപ്പോഴെങ്കിലും ലൈഫിൽ ഇത് എടുക്കാൻ വേണ്ടി പോയാൽ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഈ പേരൻസിനോട് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളൊരു പേടിയില്ലേ, അത് കാരണം കുറേ കാര്യങ്ങൾ അവരങ്ങ് മറച്ചു വെക്കാൻ നോക്കും. പേരൻസിനോട് പറയില്ല, പറഞ്ഞു കഴിയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് കുറേ ഹൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിവെഞ്ച്ഫുൾ ആവും. ഒരു ഇമോഷണൽ കണക്റ്റ് ഇല്ലേ പേരൻസുമായിട്ട്, കുറെ വലുതായി കഴിയുമ്പം ഒരു ബോണ്ടിങ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇതിനൊരു പോസിറ്റീവ് കാണുന്നതിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവ്സ് ആണ് കാണുക ഈ ടൈപ്പ് ഓഫ് പേരന്റിങ്. ഫ്രണ്ട്ലി പാരന്റിങ്ങിന്റെ രസം എന്താണെന്ന് വെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കേട്ടോ, നല്ല ഇമോഷണൽ കണക്റ്റും ആയിരിക്കും. ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് അവരെല്ലാം ഡിസ്കസ് ചെയ്യും. പിന്നെ കുട്ടി ഫ്ലെക്സിബിലിറ്റി, റൂൾസിന് നല്ല ഫ്ലെക്സിബിൾ. അപ്പൊ കുട്ടിക്ക് അങ്ങനെ വേണം പറഞ്ഞാൽ അങ്ങനെ, ഇങ്ങനെ വേണം പറഞ്ഞാൽ അങ്ങനെ. ഈ സമയത്ത് എന്ത് പറ്റും വെച്ചാൽ ഇങ്ങനെ എക്സ്പ്രസീവ് ആകുമ്പോൾ കുട്ടികൾക്ക് കോൺഫിഡൻസും കൂടും. അവരെല്ലാ കാര്യങ്ങളിലും നല്ല എക്സ്പ്രസീവായി ഹാപ്പി ആയിട്ടായിരിക്കും നമ്മൾ കാണുമ്പോൾ ഉള്ളത്. ഇതിന്റെ നീ പറഞ്ഞ മറ്റേ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ബൗണ്ടറീസ് കറക്റ്റായിട്ട് അറിയില്ല. നോന്ന് കേൾക്കാൻ അവർ അത്ര പെട്ടെന്ന് റെഡി ആവില്ല. ഓക്കെ, ഡിസിപ്ലിൻ എവിടെ വേണം എവിടെ വേണ്ട അതൊന്നും അവർക്ക് അറിയില്ല. മോർ ഓവർ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും വെച്ചാൽ കുറച്ച് അഡ്വാൻറ്റേജ് എടുക്കാനും നോക്കും ഈ ഫ്രണ്ട്ലി പാരൻസിന്റെ. അപ്പൊ പിന്നെ എന്തായിരിക്കും ഒരു ബെസ്റ്റ് ടൈപ്പ് ഓഫ് പേരന്റിങ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടിതും വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു മിക്സഡ്, ഒരു ബാലൻസ്ഡ് വന്നു. അതായത് കുറച്ച് ഡിസിപ്ലിനും ഒരു ഇമോഷണൽ കണക്റ്റും രണ്ടും കൂടി നമുക്ക് പാരന്റിങ്ങിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു ബാലൻസ്ഡ് പാരന്റിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് പാരന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂൾസ് സെറ്റ് ചെയ്യാം, പക്ഷേ കുട്ടികൾക്ക് അതിന്റെ റീസൺസ് പറഞ്ഞു കൊടുക്കണം. വൈ ഇങ്ങനത്തെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, എല്ലാത്തിനും റൂൾസിന്റെ ആവശ്യമില്ല, പക്ഷെ റൂൾസ് എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലും കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ദാറ്റ് ദിസ് ഇസ് ദ ബൗണ്ടറി ദാറ്റ് യു ഷുഡ് നോട്ട് സർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിരിക്കും അല്ലേ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കുട്ടികളെ കേൾക്കുക. അവരെന്ത് ഡിസിഷൻസ് പറഞ്ഞാലും അതിൽ നമ്മൾ ജസ്റ്റ് ഗൈഡ് ചെയ്താൽ മതി. അത് അവരുടെ ആ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിനെയും ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. അതുപോലെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചില ഡിസിഷൻസ് എടുക്കാം, വേർ കുട്ടികൾക്കും തോന്നും ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് അവർ അധികം അതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യാനും ശ്രമിക്കത്തില്ല അല്ലേ. അതെ, ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പാരന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പാരന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു പാരന്റ് ആവുക, എന്നിട്ട് ഫ്രണ്ട് ആവുക. ആദ്യമേ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പാരന്റ് റോളിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പാരന്റ് ആവുക, കൂടെ ഫ്രണ്ട് ആവുക. രണ്ടാമത് അവർക്കൊരു ബോസിനെ വേണ്ട. മൂന്നാമത്തെ കാര്യം അവർക്ക് ഓൾറെഡി അവരുടെ പ്രായക്കാർ കുറെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ രഞ്ജു പറഞ്ഞ പോലെ ഒരു ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കി കൂടെ നിൽക്കുക വെച്ചാൽ അതായിരിക്കും അവർക്കും നമുക്കും ഒക്കെ കംഫർട്ടബിൾ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ കേൾക്കുന്ന വ്യൂവേഴ്സിന് ഇപ്പം ഒരു സിനാരിയോ എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു ബാലൻസ്ഡ് പേരന്റിങ് പോകേണ്ടതെന്ന്. ഇപ്പം ഒരു കുട്ടിക്ക് നമ്മളൊരു സ്ക്രീൻ ടൈം കൊടുത്തു, ഓക്കെ, ഒരു 1/2 hour സ്ക്രീൻ ടൈം കൊടുത്തു. അപ്പം ആ 1/2 hour കഴിഞ്ഞു. അപ്പം ഈ കുട്ടിക്ക് ഒരു 10 minutes കൂടി ഉണ്ട് ആ ഒരു എപ്പിസോഡ് തീർക്കാൻ. അപ്പൊ ഈ കുട്ടിക്ക് ചോദിക്കണം. അപ്പൊ ഒരു സ്ട്രിക്റ്റ് പേരന്റിങ്ങിൽ ഈ കുട്ടി ചോദിക്കുക, കുറേ ധൈര്യമൊക്കെ സംഭരിച്ച് എങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞ് ഉള്ളിലിട്ട് കുറേ ഇരുന്ന് ചിന്തിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, അച്ഛൻ ഞാൻ ഒരു 10 minute കൂടെ ഉള്ളൂ, ഒന്ന് കണ്ട് തീർത്തോട്ടെ. അപ്പൊ സ്ട്രിക്റ്റ് പേരൻസ് എന്തായിരിക്കും, വേണ്ട, നിന്റെ ടൈം കഴിഞ്ഞല്ലോ, പോയിരുന്ന് പഠിക്കാൻ നോക്കിക്കേ എന്നായിരിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ്ങിലുള്ള ഒരു പേരന്റ് പറയുക. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഓൾറെഡി സാഡായി,
പോയി പഠിക്കാനിരുന്നാലും ആ കുട്ടിക്ക് ഫുൾ കോൺസെൻട്രേഷനിൽ പഠിക്കാൻ പറ്റില്ല. അതേസമയം നീ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രണ്ട്ലി പാരന്റിങ് ആണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇതേ ചോദ്യം ഒരു ഫ്രണ്ട്ലി പാരന്റിന്റെ അടുത്ത് ചോദിക്കാം. ആ നീ കണ്ട അതിനെന്താ, ഇനി എന്തിനാ ചോദിക്കണേ, 10 മിനിറ്റ് അല്ലേ കണ്ടോ. പക്ഷെ അവിടെ 10 മിനിറ്റ് ഈ കുട്ടി നിർത്തുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. എന്താന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കിനും വേറെ ഒരു ഇത് വരും, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വരും, അതും ഇരുന്ന് കണ്ടുപോകും. അതേസമയം ഒരു ബാലൻസ് പാരന്റിങ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ അടുത്ത് ചോദിക്കാം, ഇനി എത്ര നേരം കൂടി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി പറയും 10 മിനിറ്റ്. അപ്പം അവിടെ ടൈം ആ കുട്ടിക്കും അറിയാം പേരൻറ്റിനും അറിയാം 10 മിനിറ്റും കൂടി എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ഇപ്പം ടൈം കഴിഞ്ഞുകൊണ്ട് മോൻ പോയിരുന്നു ഹോംവർക്ക് ചെയ്യുക. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ വേണമെങ്കിൽ അമ്മയോ അച്ഛനോ ആരാണെന്ന് വെച്ചാൽ 10 മിനിറ്റ് എക്സ്ട്രാ തരാം അത് കണ്ടു തീർക്കാൻ. അപ്പൊ കുട്ടി എന്താ ഈ ഹോംവർക്ക് എളുപ്പം എഴുതി തീർക്കാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. ആൻഡ് ഹി വിൽ വെയിറ്റ് ഫോർ ദ 10 മിനിറ്റ്സ് ആ ഒരു എപ്പിസോഡ് തീർക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ ആ കുട്ടിയെ പേരൻസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്നാൽ അതിന്റെ ലിമിറ്റ് എന്താണെന്നും ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സിൽ സ്ക്രീൻ ടൈം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലേ നിനക്ക് പിന്നെ ആ 10 മിനിറ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് എല്ലാം ക്ലിയർ ആയി അവിടെ. ഇത് നല്ല നല്ല എനിക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് രഞ്ജു. ഇതിലിപ്പോൾ എനിക്ക് തോന്നിയിട്ട് എന്താ ഒരു കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത് തോന്നിയാൽ നമ്മളൊരു കൺട്രോൾ ചെയ്യുന്ന ആളാവേണ്ട ആവശ്യമില്ല. രണ്ടാമത് നമ്മളും ഭയങ്കര ഒബീഡിയൻ ഭയങ്കര അച്ചടക്കമുള്ള കുട്ടി ആയാലേ ഞാനൊരു നല്ല പാരന്റ് ആവുള്ളൂ എന്നുള്ള നമ്മളുടെ ആ ഒരു രീതിയും മാറ്റാം. പകരം എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള റെസ്പോൺസിബിൾ ആയ നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് അതായിരിക്കും ഏറ്റവും ഒരു ഹാപ്പി പാരന്റിങ് എന്ന് പറയാന്ന് നീ വെച്ചാൽ. എപ്പോഴും പറയുന്ന പോലെ അതായിരിക്കും ഒരു വലിയ ബ്ലെസ്സിങ്. അതന്നെ. ഇതായിരിക്കും നമ്മുടെ ഒരു എന്താ പറയാ നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ ഉണ്ടാക്കാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം തരുന്നത് ആസ് പാരന്റ്സ് അല്ലേ. അപ്പൊ ആ ബ്ലെസ്സിങ്ങിനെ നമ്മൾ 2 കൈ കൊണ്ട് സ്വീകരിച്ചിട്ട് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതിലും വലിയ പാരന്റിങ് ടിപ്പ് ഒന്നും ഇല്ല സത്യം പറയാന്ന് വെച്ചാൽ. എക്സാക്ട്ലി. So thanks for watching A Course of Her with Run and Go.